നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 27-ാം തീയതി 1201-ാം ആണ്ട് കുംഭമാസം 15-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രവാരം, അസുരഗുരുവായ ശുക്രാചാര്യരുടെ ദിവസമാണ്. മാത്രമല്ല തിരുവാതിര നക്ഷത്രവുമാണ്. തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിനവും, അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസം കിട്ടിയിരിക്കുകയാണ്. എന്ത് ശുഭകാര്യത്തിനും നമുക്കിറങ്ങാം. അതുപോലെ തന്നെ കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, ഒരു വർഷം ഫലത്തെ ചിന്തിക്കുമ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ശുക്രൻ സൗഖ്യങ്ങളെ, സുഖപ്രദമായ കാര്യങ്ങളെ എല്ലാം പ്രദാനം ചെയ്തു തരും. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ അനുകൂലപ്രദമാണ്. പ്രധാനമായിട്ട് മംഗല്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ നല്ല സമയമാണ്. അതുപോലെ വിവാഹം നടത്തി കൊടുക്കാൻ, മക്കളെ കല്യാണം ഒന്നും നടക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന പാരൻസ്, തിരുവാതിര നക്ഷത്രത്തിൽ ഈ മാസത്തിലാണ് ജനനമെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കും. വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നല്ലതാണ്. ഇങ്ങനെ വളരെ പുരോഗതിയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലത്തിനും ഗുളികനും യമകണ്ഠനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:30 മണി മുതൽ 12 മണി വരെ. ഇത് നോക്കിയിട്ട് പലരും രാഹുകാലം നോക്കി ഇറങ്ങാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാഹുകാലത്തിനായിരിക്കും നിങ്ങൾ നോക്കി ഇറങ്ങി കൊടുക്കണേ. അപ്പോൾ രാഹുകാലം പറഞ്ഞത് 11:09 തൊട്ട് 12:37 വരെ. ഇപ്പോൾ 12-ന് രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹുകാലത്തിനായിരിക്കും. രാഹുകാലം തുടങ്ങിയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത് രാഹുകാലം ഇല്ലാത്ത സമയത്തായിരിക്കും. അതുകൊണ്ടാണ് നോക്കി ചെയ്യാൻ പറയണേ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അത് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 8:12 തൊട്ട് 9:40 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:34 തൊട്ട് 5:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതുപോലെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:13 തൊട്ട് 1:01 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. കാരണം മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. മുഹൂർത്തം ഇല്ലാത്ത ദിവസം വരെ മുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം, പ്രത്യേകിച്ച് ശുക്രൻ പ്രകാശത്തെ തരുന്നവനാണ്. അപ്പോൾ ശുക്രൻ അല്ലെങ്കിൽ ജ്യോതിർ കോളത്തിൽ ഏറ്റവും കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തിയായ നക്ഷത്രമാണ് ശുക്രൻ. അതുകൊണ്ട് ശുക്രൻ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ജ്വലനമായ വസ്ത്രങ്ങൾ, അതായത് ചുവപ്പ് വസ്ത്രം, തീയുടെ കളറിലുള്ള വസ്ത്രം, അതുപോലെയുള്ള വസ്ത്രങ്ങൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.